ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അലങ്കോലമായി കിടക്കുന്ന ഈ ഡെസ്കിന് ചെറുതായിട്ടൊരു മേക്ക് ഓവർ എടുക്കാം. ചെറുതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മേക്ക് ഓവർ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കേക്കിൻ്റെ ബോക്സ് എടുത്തിട്ട് ഈ ബുക്ക് വെക്കണ സാധനമില്ലേ, ഇതുണ്ടാക്കാനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ഇതിനെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിജയിച്ച് കുറച്ച് വാഷി ടേപ്പ് സ്റ്റിക്കേഴ്സൊക്കെ മേടിച്ചിട്ട് അതിന് വേറൊരു മേക്ക് ഓവർ ചെയ്യണ വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് ഞാനത് പബ്ലിഷ് ചെയ്യാം. പിന്നെ എൻ്റെ ഐഡിയ എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോൾഡിട്ട് വെച്ചിട്ട് ഈ ക്യാൻഡലിന് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കണം, പിന്നെ ഈ ബാക്കിലേക്ക് ഡസ്റ്റ്ബിന്നിന് ഒരു മേക്ക് ഓവർ കൊടുക്കണം. ഇതൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരു ബുക്കൊക്കെ എടുത്തിട്ട് എങ്ങനെ എൻ്റെ ഡെസ്ക് ഇരിക്കണമെന്നൊക്കെ ഭയങ്കരമായിട്ടൊരു പ്ലാനിങ് ഒക്കെ നടത്തി. എന്നിട്ടെന്താ, ഇതൊക്കെ ഞാൻ പിന്നീട് മറന്നുപോയി. കാരണം ഈ വീഡിയോ എടുത്ത് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഡെസ്കിന് മേക്ക് ഓവർ കൊടുത്തത്. അപ്പം ഞാൻ ഈ വരച്ച കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ ഇച്ചിരിയൊക്കെ മടിയുമുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു CD പെയിൻറ്റിംഗ് ആണ് ചെയ്തത്. ഇതിൻ്റെ വീഡിയോ നിങ്ങളിപ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ല, ഞാൻ താഴത്തെ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. സ്റ്റാറി നൈറ്റിൻ്റെ പെയിൻറ്റിങ് ആയിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് വാൾ പോസ്റ്റേഴ്സൊക്കെ ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു വാൾ പോസ്റ്ററാണ് ചെയ്തത്. ഇത് ആദ്യം ഞാൻ റെഫറൻസ് എടുത്ത സമയത്ത് പിങ്ക് കളറിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ നീലടിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു വരുമ്പോൾ ഒരു പിങ്ക് മയം വന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് നീലടിച്ചു കൊടുത്തു. എന്നിട്ട് അത് ഉണങ്ങാൻ വെച്ച സമയത്ത് വേറൊരു പോസ്റ്ററും കൂടെ ഡിസൈൻ ചെയ്ത്. അതിലാണെങ്കിൽ ഈ Oയും Mഉം Eയും മാത്രം ഭയങ്കര എടുത്ത് വയ്ക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഒരുമാതിരി ചത്ത പോലെ ഇരിക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ അടിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്ത് കളർ തീരാറായിരുന്നു. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ഒന്ന് കുടഞ്ഞു നോക്കിയപ്പോൾ നന്നായിട്ട് കളർ വരുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ ബാക്കി ഇങ്ങോട്ട് അടിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഇതേലെ പിങ്ക് കളർ കൊടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്ത് നോക്കിയാലും ഒരു പിങ്ക് മയം ഉണ്ടല്ലോ എന്ന്. എന്നിട്ട് ഇത് ഉണങ്ങുന്ന സമയത്ത് മറ്റേ സാധനം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ ഇതേപോലെ പൂവൊക്കെ വരച്ചെടുത്തു. ഇതിൻ്റെയൊക്കെ അല്ലാതെ ഷോർട്സ് ആയിട്ടുള്ള വീഡിയോ ഇനി വരുന്നതാണ്. അപ്പം ഞാൻ ഷോർട്സ് പബ്ലിഷ് ചെയ്ത ശേഷം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ആ ലിങ്ക് ചെക്ക് ചെയ്യണ സമയത്ത് എൻ്റെ പേരിൻ്റെ സൈഡിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ സാധനങ്ങളില്ലേ, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ വേറെ കുറച്ച് CD പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയും എല്ലാം ഷോർട്സ് ആയിട്ട് ഭാവിയിൽ എൻ്റെ ചാനലിൽ വരും. പിന്നെ നമ്മൾ ആ ക്യാൻഡലിന് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വെച്ച സാധനം വെച്ചിട്ട് ഈ ഡസ്റ്റ്ബിന്നിന് ഒരു മേക്ക് ഓവർ എടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്ലാൻ ചെയ്തതൊന്നുമല്ല ഞാൻ ഇതിനകത്ത് ചെയ്തത്, വേറെ എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഷോർട്സിൽ കണ്ടത്. മിനിസോൾ ഇതേപോലത്തെ ഒരു ഡസ്റ്റ്ബിന്നെ ഇങ്ങനെ യൂണിക്കോണ്ട ആ ചെവിയും പിന്നെ യൂണിക്കോണ്ട ഒരു കൊമ്പോലത്തെ സാധനമൊക്കെ ഇല്ലേ, അതിനെന്താ പറയണേ, ആ സാധനമൊക്കെ ഇട്ടുള്ള ഒരു ഡസ്റ്റ്ബിൻ കണ്ടത്. അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഈ ഡസ്റ്റ്ബിൻ അതുപോലെ ആക്കാമെന്ന്. പക്ഷേ ഗ്രേ കളറിൽ യൂണിക്കോൺ വന്നാൽ ഭയങ്കര ഷോക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിനൊരു പൂച്ചയാക്കാമെന്നാണ് വിജയിച്ചത്. എന്നിട്ട് ഞാൻ മോൾഡിറ്റൊക്കെ എടുത്ത് ചെയ്യാൻ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മോൾഡിറ്റ് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് മോൾഡിറ്റ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇന്ന്. പിന്നെ അതിൻ്റെ ബാക്കിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്ത്. ശരിക്കും ഞാൻ ഇതൊക്കെ റോസുവിനോട് ചോദിച്ചിട്ട് ചെയ്യാനിരുന്നു വെച്ചാൽ, റോസ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ നീറ്റാണ്, അവൾ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അവൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അവളോട് ചോദിക്കാമെന്ന് ഓർത്തിരുന്നപ്പോൾ അവളാണെങ്കിൽ ഈ സമയത്ത് കറക്റ്റായിട്ട് പിയാനോ ക്ലാസ്സിലും പോയി. അവൾ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞ്, ഇത് കണ്ട ഞാൻ ഗമ്മില്ലാണ്ടാണ് ഈ ചെവിയൊക്കെ ഒട്ടിച്ചെടുത്തത്, നീയല്ലേ പറഞ്ഞത് ഗമ്മുണ്ടായിരുന്നു അതൊക്കെ ഒട്ടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞ് കുറച്ച് ഷോയൊക്കെ ഇറക്കിയപ്പോൾ തന്നെ അവൾ പറഞ്ഞേന്ന് ഗമ്മില്ലെങ്കിൽ അതൊക്കെ പൊളിഞ്ഞു വരുമെന്ന്. എന്നിട്ട് എന്താ, അവൾ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അത് പൊളിഞ്ഞു വന്നു. പിന്നെയാണെങ്കിൽ ഞാൻ ഈ പൂച്ചക്ക് ഈ വിസ്കേഴ്സൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ജൂലി വന്നിട്ട് പറഞ്ഞ് ക്യൂട്ടായിട്ടുണ്ടല്ല എന്ന് പറഞ്ഞ്. റോസ് വന്നിട്ട് പറഞ്ഞ് ഇതെന്താണ് കാണാൻ ഒരു ഭംഗിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. എനിക്കാണെങ്കിലും ചെറുതായിട്ട് എന്നെ ഒരു ഭൂതത്തിൻ്റെ ഒരു ലുക്കൊക്കെ തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വിസ്കേഴ്സൊക്കെ പിന്നെ മായ്ച്ചു. ആദ്യത്തെ ചെവി അടന്നു വീണപ്പോൾ തന്നെ റോസ് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ ഗമ്മിട്ടില്ലെങ്കിൽ അതിരിക്കൂല എന്ന്. അപ്പം ഞാൻ പറഞ്ഞേ മറ്റേ ചെവി ഇരിക്കണ്ടല്ലോ എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതും അടർന്ന് വീണ്. അങ്ങനെ ഈ ചെവിക്കാണെങ്കിൽ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മൾ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഊർന്നൂർന്ന് തന്നെയെന്ന്. അങ്ങനെ നല്ല പാടായിരുന്നു. ഈ വിസ്കേഴ്സും മായ്ക്കണം, ചെവീനെയും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം, വേറൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. കണ്ട കുറച്ച് നേരം വിട്ടപ്പോൾ തന്നെ ഇത്രയും ദൂർന്നു വന്ന്. പിന്നെ ഇതിനെ വലിച്ച് കയറ്റി മേളിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വന്നു. എന്നിട്ട് ഈ വിസ്കേഴ്സൊക്കെ മായ്ച്ചപ്പോൾ എനിക്കിത് കുറച്ച് ക്യൂട്ടായ പോലെയൊക്കെ തോന്നി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. പിന്നെ ഞാൻ അപ്പുറത്തെ ചെവിയുടെ ഗ്യാപ്പിൽ കൂടിയ കുറച്ച് ഗമ്മൊക്കെ ഇട്ട് കൊടുത്തു. ഇനി റോസ് പറഞ്ഞിട്ട് ഇനി അത് വളർന്ന് വീണാലാന്നൊക്കെ ഓർത്തിട്ട്. പിന്നെ ഈ ഒരു സ്പ്രേ ഉണ്ട, ഇത് ഞാൻ ശരിക്കും ലാപ്പ് മേടിച്ചപ്പോൾ ലാപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി കിട്ടിയ സാധനമാണ്. പക്ഷെ ഞാൻ ലാപ്പ് ഒഴികെ ബാക്കി എന്തും ഈ സാധനം വെച്ച് ക്ലീൻ ചെയ്യും. ഞാൻ ഡെസ്ക് തുടക്കണത്, ഈ സാധനത്തിൻ്റെ മുഖം തുടച്ചത് ഒക്കെ എല്ലാം ഈ സാധനം വെച്ചിട്ടേന്ന്. പിന്നെ ഇടയിൽ ഈ സാധനം ഇടയ്ക്ക് ഇങ്ങനെ തുറന്നു പോയില്ല. അപ്പോഴാണ് എനിക്ക് പേടിയാവണേന്ന്. കാരണം ഈ ചെവിക്ക് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ടിട്ട് ഇതിങ്ങനെ മറിഞ്ഞു വീഴുമ്പോൾ ഭയങ്കര വെയിറ്റ് ഉള്ളൊരു സാധനം വീഴുന്ന ഒരു എഫക്റ്റാണ്. അപ്പോൾ ഈ ചെവി ഇനി അടർന്ന് വീഴുമോ എന്നൊക്കെ ഞാൻ വിജയിക്കണേന്ന്. പിന്നെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ കണ്ണൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണൊക്കെ ഷേപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല പേടിയാവണ്ടായിരുന്നു, ഇത് ഇനി പെയിൻ്റ് അടിച്ചൊക്കെ ഇളകി പോരുമോ എന്നൊക്കെ ഓർത്തിട്ട്.
അങ്ങനെ ഞാൻ ചുരണ്ടിൻ്റെ മൂക്കിൻ്റെ കുറച്ച് പെയിൻ്റൊക്കെ ഇളകി പോകുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ അത് കുറച്ചും കൂടി പെയിൻ്റൊക്കെ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നീ ഇതിൻ്റെ കണ്ണിൽ ഈ വൈറ്റ് കളർ സാധനം കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്താ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ ഈ കുഞ്ഞു കാവാക്കും നമ്മൾ കൺമശയൊക്കെ ഇത് കൊടുക്കൂലേ, അതുപോലെ ഭയങ്കര ശ്രദ്ധിച്ച് പയ്യനെ ചെയ്യണം, ഇല്ലെങ്കിൽ അത് കുളയിപ്പോവും. കുളയാ പേടിക്കാനൊന്നുമില്ല, എന്തായാലും അടിയിൽ ബ്ലാക്ക് പെയിൻ്റ് അല്ല അടിച്ച് ചെയ്യണം. കുറച്ചുകൂടി ബ്ലാക്ക് പെയിൻറ്റ് മേളിലടിച്ചെടുക്കുക, അതിൻ്റെ മേളിൽ വൈറ്റ് പെയിൻറ്റ് അടിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കുളയെ ഞാൻ വീണ്ടും ഇരുന്ന് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും അടുത്ത ചെവി അടർന്നു വീണിട്ടുണ്ട്. അതിനെ ഞാൻ വീണ്ടും ഗമ്മിട്ടൊട്ടിച്ച്. രണ്ടാമത്തെ ചെവി അടർന്നു വീണത് ഞാൻ റോസിനോട് പറഞ്ഞില്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്തായാലും റോസ് വീഡിയോ കാണുമ്പോൾ റോസ് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഡെസ്കൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ ഈ ബുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്തൊക്കെ ചെയ്യണമെന്നൊരു കമൻറ്റ് ഇടാറില്ലേ, അതൊക്കെ ഞാൻ ഇതേപോലെ ഇങ്ങനെ ബുക്കിൽ എഴുതി വെക്കാറുണ്ട്. എന്നിട്ട് അത് നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾ പറയണ സാധനം ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ വിഷമിക്കുന്നു വേണ്ട, നമ്മൾ ഭാവിയിൽ എപ്പോഴേലൊക്കെ ചെയ്യും. പിന്നെ ഈ രണ്ടാമത്തെ ചെവി ഒട്ടിച്ചിട്ട് പിടിച്ചുകൊണ്ടിരിക്കാനുള്ള ക്ഷമ എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ കിടത്തി വെച്ച്. അപ്പോൾ അതാകുമ്പോൾ ചെവി അടക്കിടന്ന് ഒട്ടിക്കൊള്ളുമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്താണ്, ആ ചെവി കുറച്ചുകൂടി മേളിലേക്ക് കയറിയിട്ടാണ് ഒട്ടി പിടിച്ചത്. പിന്നെ എങ്ങനെ ഈ പോസ്റ്റേഴ്സൊക്കെ ഞാൻ ഒട്ടിക്കണമെന്ന് കാണിച്ചു തരാം. ഈ സെലോ ടേപ്പ് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് പോലെ ആക്കിയിട്ടാണ് ഞാൻ ഒട്ടിക്കാറ്. അങ്ങനെയാണ് ഞാൻ ഈ സീഡ് ഒട്ടിച്ചത്. ഈ സീഡിയിൽ ചെറുതായിട്ട് എൻ്റെ മുഖം കാണാൻ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അതെന്തെങ്കിലും ആവട്ടെ. നമ്മൾ സീഡിയൊക്കെ ഒട്ടിച്ചു. പിന്നെ പോസ്റ്റേഴ്സൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറിച്ചെടുത്തിട്ട് അങ്ങാടികളൊക്കെ മാറ്റിയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. കാരണം ഈ പോസ്റ്റേഴ്സൊക്കെ എപ്പോഴും കണ്ട് നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. നമ്മൾ ഇടക്കിടക്കൊക്കെ പോസ്റ്റർ മാറ്റി കൊടുക്കട്ടെ. അപ്പം നമ്മൾ ഈ പോസ്റ്ററിനെയൊക്കെ മാറ്റിയിട്ട് പുതിയ പോസ്റ്ററൊക്കെ എടുത്ത് ഒട്ടിച്ചു. അപ്പോൾ ഈ സെലോ ടേപ്പ് പറിച്ചപ്പോൾ കണ്ടാൽ അതെല്ലാം പറ്റിയിട്ടില്ല. അതാണ് സെലോ ടേപ്പ് ഒട്ടിച്ചാൽ വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത് ഇനി ഈ ക്യാൻഡിലിന് എപ്പോഴേലൊക്കെ നമ്മൾക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനിയും അടിപൊളി വീഡിയോസ് ഒക്കെ ഇട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.